ദേശീയപാത തകർന്ന കൂരിയാട് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. കേന്ദ്ര സർക്കാർ നിയോഗിച്ച 4 സംഘമാണ് പരിശോധന നടത്തുക. തുടർന്ന് ദേശീയപാത തകരാനുണ്ടായ കാരണം, പരിഹാരമാർഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സംഘം കേന്ദ്രത്തിന് സമർപ്പിക്കും. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, ഇതിനോടകം തന്നെ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മണ്ണിന്റെ ഘടനയുൾപ്പെടെ പരിശോധിക്കാതെ നടത്തിയ നിർമ്മാണം വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിൽ നടപടിയും കൈക്കൊണ്ടതാണ്. ഇന്നത്തെ ഈ പര്യടനത്തിന്റെ അല്ലെങ്കിൽ സന്ദർശനത്തിന്റെ പ്രാധാന്യം എന്താണ്? അനുജ, ദേശീയപാത നിർമ്മാണത്തിലെ തകർന്നത് വലിയ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നുള്ളതാണ്. ഇതിനടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ ദേശീയപാത അതോറിറ്റി നിശ്ചയിച്ച സമിതിക്ക് പുറമെ ഒരു സമിതി കൂടി, വിദഗ്ധ സമിതിയെ കൂടി നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരാണ് ഇന്ന് വളരെ വിശദമായ പരിശോധന ഇന്ന് കൂരിയാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നടത്തുക എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. IIT നിന്നുള്ള വിദഗ്ധരടക്കം ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇന്ന് കൂരിയാട് എത്തുക എന്നുള്ളതാണ്. ഉച്ചയോട് കൂടി സംഘം എത്തി ആദ്യം ഈ മുകൾ ഭാഗത്തെ തകർന്ന ഭാഗവും സർവീസ് റോഡും എല്ലാം തന്നെ വിശദമായി പരിശോധിക്കും. മാത്രമല്ല, ഈ ആദ്യം തകർന്നതിന് പിന്നാലെ മറ്റൊരു തകർച്ചയ്ക്ക് കൂടി കൂരിയാട് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അതുകൂടി വിശദമായി പരിശോധിച്ച സംഘം എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്, എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ, എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളടങ്ങിയ ഒരു വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനെ സമർപ്പിക്കുമെന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി നിശ്ചയിച്ച സമിതി പരിശോധന നടത്തിയിരുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെ ശക്തമായ നടപടിയാണ് നിർമ്മാണ കമ്പനിക്കെതിരെ സർക്കാർ കൈക്കൊണ്ടത് എന്നുള്ളതാണ്. ഈ നിർമ്മാണ കമ്പനി ഗുരുതരമായ വീഴ്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. മാത്രമല്ല, ഇവർ പ്രാഥമികമായി നടത്തേണ്ട മണ്ണ് പരിശോധന പോലും നടത്തിയില്ല. മാത്രമല്ല, ഒരു പാലം പണിയേണ്ടതിന് പകരം റോഡ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് നിർമ്മാണം നടത്തി. അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒരു വിദഗ്ധ സമിതി കൂടി പരിശോധന നടത്താൻ വേണ്ടി എത്തുന്നത്. അനുജ, കൂരിയാട് ദേശീയപാത തകർന്നയിടത്താണ് ഇന്ന് കേന്ദ്രം നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നത്.